ഓക്കെ, ഇതിൽ ചെറിയൊരു കോൺസെപ്റ്റ് അവർ പറയുന്നുണ്ട്, ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ റൂള്. ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ax²+bx+c ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ അതിന്റെ f'(x) എന്താണ്? 2ax+b. അപ്പൊ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് അവർ എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെ എടുക്കണമെന്നുള്ളൂ. നമ്മൾ അങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഓൾറെഡി ഡിഫറൻസിയേഷൻ അറിയുന്നതാണല്ലോ. അത് വെച്ച് ചെയ്താലും മതി. f'(x) = 2ax+b ആണ്. ഇനി ഈ f'(x)ന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? f'(x) എന്ന് പറയുന്നത് 2a, അല്ലെങ്കിൽ ലീനിയർ ഫംഗ്ഷൻ ആണെങ്കിൽ അതിന്റെ ഫോം എങ്ങനെ വരിക? ഇത് ക്വാഡ്രാറ്റിക് ആണ്. ലീനിയർ എന്ന് പറയുമ്പോൾ bx+c ആണ്. bx+c യുടെ ഡെറിവേറ്റീവ് എന്താ വരിക? b അല്ലെ. bxന്റെ ഡെറിവേറ്റീവ് b, c യുടെ ഡെറിവേറ്റീവ് 0. ഓക്കെ, ഇനി ഒരു കോൺസ്റ്റന്റിന്റെ ഫംഗ്ഷൻ എന്താണ് വരിക? കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് എന്താണ് വരിക? 0 ആണ് വരിക. ഓക്കെ, അത് ജസ്റ്റ് പറഞ്ഞത് വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. അത് വെച്ച് ചെയ്യണം എന്നൊന്നുമില്ല, നിങ്ങൾ ചെയ്യണ രീതിയിൽ ചെയ്താൽ മതി. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വെർട്ടെക്സ് ഓഫ് ദ പരാബോള y = x² - 4x + 5 യൂസിങ് ഡെറിവേറ്റീവ്സ് ഓൾജിബ്ര. ക്വസ്റ്റ്യൻ എന്താണ്? ഒരു പരാബോളയാണ് തന്നിട്ടുള്ളത്. ആ പരാബോളയുടെ എന്താണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്? വെർട്ടെക്സ് ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. സെക്കൻഡ്. ഓക്കെ, തന്ന പരാബോളയുടെ വെർട്ടെക്സ് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. പരാബോള എന്താ തന്നിട്ടുണ്ട്? y = x² - 4x + 5 ആണ്. യൂസിങ്, അപ്പൊ ആ വെർട്ടെക്സ് ഒന്നെങ്കിൽ ഡെറിവേറ്റീവ് വെച്ചിട്ട് കാണാനാണ്. അതേ സാധനം തന്നെ ഇതന്നെ, ഈ വെർട്ടെക്സ് തന്നെ നിങ്ങൾ എന്തായിട്ടും കാണണം? ഓൾജിബ്ര ആയിട്ടും കാണണം. ഓക്കെ, അതില് ശരിക്കും വെർട്ടെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഒരു പരാബോള y = f(x) = x² - 4x + 5 where the slope is 0, so that the tangent line is horizontal. അതായത് സ്ലോപ്പ് 0 ആയിട്ടില്ല, അതായത് ടാൻജന്റ് ലൈന് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള പോയിന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെർട്ടെക്സ് ഓഫ് ദ പരാബോള എന്ന് പറയുന്നത്. അതായത് ഒരു പോയിന്റ്, ഒരു ഗ്രാഫിൽ ഒരു പോയിന്റ്, അതായത് ഓൺ ദ ഗ്രാഫ് ഓഫ് ദ പരാബോള y = f(x) x² - 4x + 5 where the slope is 0. സ്ലോപ്പ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? ടാൻജന്റ് ലൈൻ എന്താണ്? ഹൊറിസോണ്ടൽ ആണ്. ടാൻജന്റ് ലൈൻ ഹൊറിസോണ്ടൽ ആയി വരുന്ന ആ പോയിന്റ്സ് ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വെർട്ടെക്സ് ഓഫ് ദ പരാബോള എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ടാൻജന്റ് ലൈന് സ്ലോപ്പ് 0 ആവുക. അപ്പൊ അവിടെ തന്നെ നോക്കുക, വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു തന്നിരിക്കുന്ന പരാബോളന്റെ സ്ലോപ്പ് 0 ആവുക. അപ്പൊ സ്ലോപ്പ് 0 ആവുമ്പോൾ നമുക്ക് എന്ത് കിട്ടും എന്നാ പറഞ്ഞത്? അതിന്റെ വെർട്ടെക്സ് കിട്ടുന്നതാണ്. അപ്പൊ ഡെറിവേറ്റീവ് വെച്ചിട്ടാണ് ഫസ്റ്റ് നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞത്. പിന്നെ നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞത് എങ്ങനെയാണ്? ആൾജിബ്രായിക്കലി എങ്ങനെ അതിന്റെ വെർട്ടെക്സ് കാണാം. അപ്പൊ ഞാൻ ആദ്യം ഇത് ഡെറിവേറ്റീവ് വെച്ച് ചെയ്യാൻ പോവാണ്. ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്? സ്ലോപ്പ് 0 ആവുന്ന പോയിന്റ്. സ്ലോപ്പ് കാണുക എന്ന് പറഞ്ഞാൽ എന്താണ്? ∂y/∂x ആണ് അല്ലെ. ∂y/∂x ആണ്. അത് നിങ്ങൾ ഫൈൻഡ് ചെയ്ത് വരുമ്പോൾ ഇതൊരു ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ ആണല്ലോ. ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ റൂൾ വെച്ചിട്ട് ∂y/∂x വെച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ f(x0 + Lx + f(x0/∂x) ഒക്കെ ചെയ്യണ്ടേ? അതിനാണ് ഞാൻ മുന്നേ ഒരു ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ റൂൾ കാണിച്ചത്. ഈ ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ax² + bx + c ആണെങ്കിൽ നമുക്കേ ഇതിന്റെ സ്ലോപ്പ് കാണുക എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് കാണല്ലേ വേണ്ടത്. അപ്പൊ ∂y/∂x ഒരുപാട് ടൈം യൂസ് ചെയ്യണം. അപ്പൊ നമ്മൾ ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ റൂൾ യൂസ് ചെയ്യാം. ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ റൂൾ f'(x) അവരെന്താന്നാ പറഞ്ഞിട്ടുള്ളത്? 2ax + b ആണ്. അപ്പൊ അത് വെച്ചിട്ട് കമ്പയർ ചെയ്താൽ മതി. നമ്മുടെ f(x) ax² + bx + c ആണ്. തന്നിരിക്കുന്ന f(x) ഇതാണ്. അപ്പൊ a = ഇവിടെ എന്താണ്? 1 ആണ്. b = ഇവിടെ എന്താണ്? -4 ആണ്. c = ഇവിടെ എന്താണ്? 5 ആണ്. അപ്പൊ നമുക്കറിയാം ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ റൂൾ അതിന്റെ ഡെറിവേറ്റീവ് എന്താ? 2ax + b ആണ്. നമുക്ക് കാണേണ്ടത് സ്ലോപ്പ് ആണ് കാണേണ്ടത്. സ്ലോപ്പ് 0 ആവണ പോയിന്റ് ആണ് വെർട്ടെക്സ്. അപ്പൊ സ്ലോപ്പ് കാണണമെങ്കിൽ ∂y/∂x ഒക്കെ കാണണം. അപ്പൊ അത് കാണണ്ട. അത് കാണാതെ നമുക്ക് ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ റൂൾ ഇതിന്റെ മുന്നിൽ ഒരു കുറച്ച് റിമാർക്ക് ആയിട്ട് തന്നില്ലേ? ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ റൂൾ ആണെങ്കിൽ, ക്വാഡ്രാറ്റിക് ഫോം ആണെങ്കിൽ അതിന്റെ f'(x) ഈ ഫോം ആയിരിക്കും. അപ്പൊ നമ്മുടെ f'(x)ന്റെ ഫോം എന്തായിരിക്കും വരിക? അതായത് നമ്മുടെ സ്ലോപ്പിന്റെ ഫോം എന്തായിരിക്കും വരിക? 2ax + b. ദാറ്റ് ഈസ് 2 × a നമ്മുടെ 1 ആണ്, x പ്ലസ് b നമ്മുടെ -4 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2x - 4. ഇനി അതും ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതന്ന 2x - 4. ഓക്കെ, ഇത് 0 ആവുന്ന പോയിന്റ്സ് ആണ് നമ്മുടെ വെർട്ടെക്സ്. അതാണ് നമ്മുടെ സ്ലോപ്പ് ആയിട്ട് കിട്ടിയത്. സ്ലോപ്പ് = 0 ആവുന്ന പോയിന്റ് ആണ് വെർട്ടെക്സ്. ദാറ്റ് ഈസ് 2x - 4 = 0. That is 2x = 4. That is x = 2. അപ്പൊ x 2 ആണ്.
ഒരു പോയിന്റ്. എക്സ് 2 ആവുമ്പോ, അതായത് സ്ലോപ്പ് വെർട്ടെക്സ് എന്ന് പറയുമ്പോൾ ഒരു ട്രിപ്പിൾ ആയിട്ടാണ് ഉണ്ടാവും. ഒരു എക്സ് കോർഡിനേറ്റ് ഉണ്ടാവും, ഒരു വൈ കോർഡിനേറ്റ് ഉണ്ടാവും. നമുക്ക് എക്സ് 2 ആണ് കിട്ടി. എക്സ് 2 ആണെങ്കിൽ നമുക്ക് എഫ് ഓഫ് എക്സ് കാണാലോ. എഫ് ഓഫ് 2 എന്ന് പറയുന്നതായിരിക്കും വൈ ആയിട്ട് വരിക. അതായത് എഫ് ഓഫ് എക്സ് ആണ് വൈ കോർഡിനേറ്റ് കിട്ടണം. അപ്പൊ എഫ് ഓഫ് എക്സ് ആണ് വൈ. നമ്മുടെ എക്സിന്റെ വാല്യൂ 2 ആണ്. അപ്പൊ എഫ് ഓഫ് 2 കൊടുക്കുക. വൈ ഈക്വൽ ടു എന്താ തന്നിട്ടുണ്ട്. അപ്പൊ എഫ് ഓഫ് 2 എന്താ വരിക, എഫ് ഓഫ് 2 ആണ് വൈ വരിക. ദാറ്റ് ഇസ് ഈക്വൽ ടു 2 സ്ക്വയർ മൈനസ് 4 into 2 plus 5. That is 5 പ്ലസ് 4 എന്ന് പറയുമ്പോൾ 9 മൈനസ് 8 എന്ന് പറയുമ്പോൾ 1 എന്ന് കിട്ടും. അപ്പൊ എക്സിന്റെ വാല്യൂ 2 എന്ന് കിട്ടി, വൈയുടെ വാല്യൂ 1 കിട്ടി. അപ്പൊ നമ്മുടെ പരാബോളയുടെ വെർട്ടെക്സ് ഏതാണ് വരുന്നത്, 2 1 എന്നുള്ള പോയിന്റ് ആണ് നമ്മുടെ പരാബോളയുടെ എന്തായിട്ട് കിടക്കുന്നത്, വെർട്ടെക്സ് ആയിട്ട് കിടക്കുന്നത്. അപ്പൊ ഇത് ആദ്യം ഡെറിവേറ്റീവ് വെച്ച് ചെയ്യാനാ പറഞ്ഞത്. ഡെറിവേറ്റീവ് വെച്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആവണ പോയിന്റ്സ് ആണ്, അതായത് സ്ലോപ്പ് 0 ആവണ പോയിന്റ്സ് ആണ് വെർട്ടെക്സ്. അപ്പൊ ഞാൻ സ്ലോപ്പ് കാണാൻ വേണ്ടിയിട്ട് അതിന്റെ ഡെറിവേറ്റീവ് കണ്ടു. ഡെറിവേറ്റീവ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പൊ പഠിച്ചത് അതുള്ളൂ. നിങ്ങൾക്ക് അല്ലാതെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിന്റെ ഡെറിവേറ്റീവ് കണ്ടു. എക്സ് ന്റെ ഡെറിവേറ്റീവ് 2x ആണ്, -4x ഡെറിവേറ്റീവ് -4 ആണ്. അങ്ങനെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ എക്സിന്റെ വാല്യൂ 2t. എക്സിന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ വൈയുടെ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് എഫ് ഓഫ് എക്സ് ആണ് വൈ. അപ്പൊ എഫ് ഓഫ് 2 എന്ത് കിട്ടും, വൈ കിട്ടും, എഫ് ഓഫ് 2 കിട്ടും. അപ്പൊ എക്സിന്റെ എക്സ് 1 ആവുമ്പോ എഫ് ഓഫ് 2 വൈയുടെ വാല്യൂ എന്താ വരുന്നത്, എക്സ് ഈക്വൽ ടു 2 ആവുമ്പോ വൈയുടെ വാല്യൂ 1 ആണ്. അപ്പൊ 2 1 എന്നുള്ളതാണ് അതിന്റെ വെർട്ടെക്സ്. ഓക്കെ, ഇനി ഇതന്നെ നിങ്ങൾ ഈ വെർട്ടെക്സ് 2 1 നിങ്ങൾ എങ്ങനെയും തെളിയിക്കണം എന്നാ പറഞ്ഞത്, ഓൾജിബ്രൈക്കലി പ്രൂവ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ക്വസ്റ്റ്യനെ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്യാണ്. y is equal to ഇങ്ങനെ എഴുതിയാൽ കുഴപ്പമുണ്ടോ, എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 4 പ്ലസ് 1. 5നെ ഞാൻ 4 പ്ലസ് 1 എഴുതി. ഇനി ഇത്രയും ഭാഗത്തിന് നിങ്ങൾക്ക് വല്ല പരിചയം ഉണ്ടോ നോക്കിക്കേ. എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്തിന്റെയാണ് അത് വരുന്നത്, y എന്ന് പറയുന്നത് എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ ആണ്. ഇത്രയും ഭാഗം ശരിയല്ലേ നോക്കിക്കേ. എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 2ax 2 into x into 2 that is 4x minus 4x plus b square എന്ന് പറയുമ്പോൾ 2 സ്ക്വയർ. ശരിയല്ലേ. ഈ സാധനത്തിനെ കുറിച്ച് എനിക്ക് പറയാൻ പറ്റും ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. കാരണം എന്താ, ഈ ക്വാണ്ടിറ്റി എപ്പോഴും എന്താണ്, പോസിറ്റീവ് ആയിരിക്കും. കാരണം എക്സ് മൈനസ് 2ന്റെ സ്ക്വയർ ഏതൊരു നെഗറ്റീവ് നമ്പർ കിട്ടുകയാണെങ്കിലും അതിന്റെ സ്ക്വയർ ഇത് കഴിഞ്ഞാൽ പോസിറ്റീവ് അല്ലേ. പോസിറ്റീവ് കൂടി ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആഡ് ചെയ്യുമ്പോൾ അതെന്തായാലും പോസിറ്റീവ് തന്നെ ആയിരിക്കില്ലേ. ദാറ്റ് ഈസ് എപ്പോഴും അത് തന്നെ ആയിരിക്കും വരിക, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 തന്നെ ആയിരിക്കും വരിക. ഓക്കെ, ഇനി ഓൾജിബ്രായിക്കലി നമ്മൾ ഒരു വെർട്ടെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പരാബോളന്റെ വെർട്ടെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വൈ കോർഡിനേറ്റ് ഏറ്റവും ലീസ്റ്റ് ആവണ പോയിന്റ്സ് ആണ് അതിന്റെ വെർട്ടെക്സ് ആയിട്ട് വരിക. വൈ കോർഡിനേറ്റ് ഏറ്റവും ലീസ്റ്റ് ആവണ പോയിന്റ്. അപ്പൊ വൈ കോർഡിനേറ്റ് ലീസ്റ്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ ഇവിടെ ലീസ്റ്റ് ആവേണ്ടത്, ഇവിടെ വൈ കോർഡിനേറ്റ് ലീസ്റ്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ലീസ്റ്റ് ആവാൻ കഴിയില്ല. 1നെ ഇപ്പൊ 1 ആയിട്ട് തന്നെ നിൽക്കാൻ കഴിയുള്ളൂ. പിന്നെ ആര് ലീസ്റ്റ് ആവാം, എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ എന്താവാം, ഏറ്റവും ചെറുതാവുക. ഏറ്റവും ചെറുതാവുക പറഞ്ഞാൽ 0 ആവാൻ ഇതിന് പറ്റുള്ളൂ. കാരണം എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ എന്നുള്ള ക്വാണ്ടിറ്റി ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്. അതൊന്നെങ്കിൽ 0 ആവാം, അല്ലെങ്കിൽ എന്താവാം, 0നേക്കാൾ വലുതാവാം. അപ്പൊ അത് ഏറ്റവും കുറവാവുക, ചെറുതാവുക എന്ന് പറഞ്ഞാൽ അത് എന്താവാല പോസിബിലിറ്റി ഉള്ളൂ, 0 ആവാം. ചെറുത് എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയറിന്റെ വാല്യൂ എപ്പോഴെങ്കിലും നെഗറ്റീവ് നമ്പർ വരുമോ, ഇല്ല. അപ്പൊ നമുക്കിത് 0 ആക്കാനാണ്. മാക്സിമം ചെറുതാക്കി കഴിഞ്ഞാൽ ആ പോയിന്റ് ആണ് വെർട്ടെക്സ് എന്ന് പറയുന്നത്. അപ്പൊ എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് മൈനസ് 2 ഈക്വൽ ടു 0. ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു 2. എക്സിന്റെ വാല്യൂ 2 കിട്ടിക്കഴിഞ്ഞാൽ വൈ ഈക്വൽ ടു എന്താ വരിക, എഫ് ഓഫ് 2 ആണ് വരിക അല്ലെ. എഫ് ഓഫ് 2 എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ നേരത്തെ ഫൈൻഡ് വെച്ചതാണ്. എന്താണ്, 2 സ്ക്വയർ മൈനസ് 8 പ്ലസ് 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 9 മൈനസ് 8 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പൊ നമ്മുടെ വെർട്ടെക്സ് എന്താണ് വരിക, 2 1 ആണ്. ഡെറിവേറ്റീവ് വെച്ച് ചെയ്തപ്പോഴും ആൻസർ 2 1 ആണ്. ആൾജിബ്രൈക്കലി ചെയ്തപ്പോഴും ആൻസർ എന്താണ്, 2 1 ആണ്. ഡെറിവേറ്റീവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർട്ടെക്സിന്റെ കണ്ടീഷൻ എന്താണ്, സ്ലോപ്പ് 0 ആവണം. അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്തു. ഇനി ആൾജിബ്രൈക്കലി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വൈയുടെ വാല്യൂ ഏറ്റവും ലീസ്റ്റ് ആവണം. അപ്പൊ വൈ നമ്മൾ കണ്ടെത്തി, വൈയുടെ വാല്യൂ ഏറ്റവും ലീസ്റ്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 0 ആവുക അല്ലെ. ഇതിന് നമുക്ക് ലീസ്റ്റ് ആക്കാൻ കഴിയില്ല, ശരിയല്ലേ. ദാറ്റ് ഈസ് 2 1 എന്ന് കിട്ടും. ഓക്കെ അല്ലേ. ഇതേപോലെ തന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് നോക്കാം. An apple falls from a tall tree towards the air. After t second, it has fallen 4.9 t square meters.
വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് ദ ആപ്പിൾ വെൻ ടി ഈക്വൽ ടു 3? അതായത് വെൻ ടി ഈക്വൽ ടു 3 ആവുമ്പോഴുള്ള അതിന്റെ വെലോസിറ്റി ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ ജസ്റ്റ് ഇത് നോക്കിയാൽ മതി, കൂടുതലായിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് നോക്കാം. അതെന്താണ് വെലോസിറ്റി എന്താ തന്നിട്ടുണ്ട്? ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ആൻ ആപ്പിൾ എന്താ തന്നിട്ടുണ്ട്? 4.9 t² ആണ് അല്ലെ. അപ്പൊ ഇവിടെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഓഫ് ദ ഡെറിവേറ്റീവ് എന്താണ്? 4.9 t² ആണ്. ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ റൂള് പ്രകാരം ഇത് ഡിസ്പ്ലേസ്മെന്റ് ആണ് കേട്ടോ. ഇവിടെ നമുക്ക് നേരിട്ട് എന്ന് പറഞ്ഞാലേ ഈ വെലോസിറ്റി ഒക്കെ കാണുമ്പോൾ നമ്മൾ ∂y/∂x ചെയ്യണ്ടേ? അത് നമുക്ക് ഇവിടെ ഒരുപാട് ചെയ്യാന്ന് അറിയുന്ന ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? ഇവിടെ ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ റൂൾ ഉണ്ടായത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ നേരിട്ട് ഡെറിവേറ്റീവ് ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ റൂൾ പ്രകാരം f'(x) ax² + bx + c ഫോം ആണെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവ് 2ax + b ആണെന്ന് ഒരു പറഞ്ഞു തന്നിട്ടുണ്ട് ഇല്ലേ? നമുക്ക് ഡെറിവേറ്റീവ് ഒക്കെ അറിയാം മക്കളെ, പക്ഷെ നമ്മൾ പഠിച്ചു വരുന്നത് ഈ ലോ ലെവലിൽ നിന്ന് പഠിച്ചു വരുന്നത് കൊണ്ട് നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ ഈ മെത്തേഡുകൾ തന്നെ ചെയ്യണം. ഓക്കെ, അല്ലാതെ ഇപ്പൊ നിങ്ങളോട് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ വെലോസിറ്റി കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റിന്റെ ഒരു പ്രാവശ്യം എന്ത് ചെയ്താൽ മതി? ഡിഫറൻസിയേഷൻ നടത്തിയാൽ മതി. 4.9 t² ഒരു പ്രാവശ്യം ഡിഫറൻസിയേഷൻ നടത്തുക, എന്നിട്ട് അതിൽ ടിയുടെ വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. അത്രേ ചെയ്യുന്നുള്ളൂ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്? അതിന്റെ ഡെറിവേറ്റീവ് നേരിട്ട് നമുക്ക് എഴുതാനുള്ള വകുപ്പില്ല, കാരണം നമ്മളത് പഠിച്ചിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, അപ്പൊ ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ റൂൾ പ്രകാരം എ ഇവിടെ 4.9 ആണ്, ax² + bx + c ആണ്. അപ്പൊ എയുടെ സ്ഥാനത്തുണ്ട് bxഉം + c ഒന്നും ഇല്ല, അപ്പൊ b 0 ആണ്, c 0 ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവ് എന്താ വരിക? 2ax + b ആണ്. അപ്പൊ 2 × a എന്ന് പറയുന്നത് 4.9 × x ആണ്. x എന്നുള്ള സ്ഥാനത്ത് ഇവിടെ t ആണ്, t + b. b ഒക്കെ ഇവിടെ 0 ആണ്. ദാറ്റ് ഈസ് 2 × 4.9t, ദാറ്റ് ഈസ് ഈക്വൽ ടു 9.8. 9.8t അറ്റ് എ ടൈം t ഈക്വൽ ടു 3 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ 9.8 × 3 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 29.4 m/s. ഓക്കെ അല്ലേ? ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിയെടുക്കാം. A stunned woman is on a moving passenger train. Her distance function is, her distance function is 3t² + t. On the adjacent track is a long moving freight train. On the adjacent track is a long moving freight train. The distance function for the center of this freight train is t² + 70. The distance function for the center of this freight train is t² + 70. She must jump to the freight train. What time is the best? ക്വസ്റ്റ്യൻ എന്താണ്? നല്ല അടിപൊളി ക്വസ്റ്റ്യൻ അല്ലേ? ഒരു സ്റ്റണ്ട് വുമൺ ഉണ്ട്, ഒരു പെൺകുട്ടി. ഓക്കെ, ഒരു പെണ്ണുണ്ട്. അതെന്താ ചെയ്യാണ്? ഒരു ട്രെയിനിന്റെ ഉള്ളിൽ കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അപ്പുറത്തെ ട്രാക്ക് കൂടി വേറൊരു ട്രെയിൻ, അപ്പൊ ആ ഒരു ട്രെയിനിന്റെ ഉള്ളിൽ കൂടി നടക്കുകയാണ്. അപ്പൊ അതിന്റെ ഡിസ്റ്റൻസ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. എന്താണ്? 3t² + t ആണ്. ആ പെണ്ണ് നടക്കുന്ന ഡിസ്റ്റൻസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് this one ആണ്. പിന്നെ അത് ഇപ്പൊ ഒരു പാളത്തിലൂടെ പോകുന്ന ഒരു ട്രെയിനിലാണ്. അതിന്റെ നെക്സ്റ്റ് അടുത്ത നല്ല ഒരു പാളത്തിലൂടെ, ഒരു ട്രാക്കിലൂടെ ഒരു ഫ്രൈറ്റ് ട്രെയിൻ പോകുന്നുണ്ട്. ആ ട്രെയിനിന്റെ ഡിസ്റ്റൻസ് ഫംഗ്ഷൻ എന്താണ്? t² + 70 ആണ്. അപ്പൊ ഈ പെണ്ണിന് ഇങ്ങനെ തോന്നുകയാണ്, എന്താണ്? അത് മൂവ് ചെയ്യുന്ന ട്രെയിനിൽ നിന്ന് മറ്റേ ട്രെയിനിലോട്ട് ചാടണം. അപ്പൊ ചാടാൻ പറ്റിയ ടൈം നമ്മൾ പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ എന്താവും? ആ പെണ്ണ് പാളത്തിന്റെ അടിയിലിട്ട് കുടുങ്ങും അല്ലെ? അപ്പൊ ഈ രണ്ട് ട്രെയിനും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പെണ്ണ് ഈ മൂവ് ചെയ്യുന്ന ട്രെയിനിന്റെ ഉള്ളിൽ കൂടി നടക്കുകയാണ്, മറ്റേ ട്രെയിൻ അതിലൂടെ ട്രാക്കിലൂടെ മൂവ് ചെയ്യാണ്. അപ്പൊ അതിന് ഈ ട്രെയിനിന് മറ്റേ ട്രെയിനിലോട്ട്, ഫ്രൈറ്റ് ട്രെയിനിലോട്ട് ജമ്പ് ചെയ്യണം. അതിന് പറ്റിയ ടൈം എപ്പോഴാണെന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. നമ്മൾ കറക്റ്റ് പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിലേ ആ പെണ്ണിന്റെ അധോഗതി ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റ് പറഞ്ഞു കൊടുക്കണം. അപ്പൊ നോക്കിക്കാ, ഇതിൽ എന്താ ചെയ്യേണ്ടുള്ളൂ? നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട് അല്ലെ? ഈ പെണ്ണ് മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഈ ട്രെയിന് പോകുന്ന ഡിസ്റ്റൻസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാല് ഇതാണ്. ഓക്കെ, അപ്പോ ഇത് രണ്ടും കൂടെ പോകുമ്പോ രണ്ടും ഒരേ പോവുകയാണ്. അപ്പൊ ഒന്ന് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണമെന്ന് അറിയാൻ പറ്റും. അപ്പൊ രണ്ടിന്റെയും വെലോസിറ്റി, അതായത് ഇതിന്റെ വെലോസിറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിന്റെ വെലോസിറ്റിനെ ഞാൻ v1 എന്ന് വിളിക്കാണ്, ഇതിന്റെ വെലോസിറ്റിനെ ഞാൻ v2 എന്ന് വിളിക്കാണ്. ഇതിന്റെ ഡെറിവേറ്റീവ് ആണ്, ഫസ്റ്റ് ഡെറിവേറ്റീവിനെയാണ് നമ്മൾ വെലോസിറ്റി എന്ന് പറയുന്നത് അല്ലെ? നമ്മളിവിടെ ∂y/∂x അങ്ങനെയും ചെയ്യേണ്ട ആവശ്യമില്ല. വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ് അല്ലെ? അതുപോലെ തന്നെ ഇതിന്റെ വെലോസിറ്റിനെ ഞാൻ v2 എന്ന് വിളിക്കാണ്.
വെലോസിറ്റി എപ്പോഴാണോ ഈക്വൽ ആവുന്നത് അതാണ് ബെസ്റ്റ് ടൈം. അതായത് ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ ആവണമെന്നില്ല, നമ്മൾ രണ്ട് മൂവിങ് ഒബ്ജക്ട്സുകളാണ്. അപ്പൊ ആ മൂവിങ് ഒബ്ജക്ട്സ് രണ്ടും ഒരേപോലെ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ രണ്ട് മൂവിങ് ഒബ്ജക്റ്റിന്റെയും വെലോസിറ്റി എന്താവണം, ഈക്വൽ ആവണം. ആ ഈക്വൽ ആവുന്ന ടൈമാണ് ഈ പെണ്ണിന് ചാടാൻ പറ്റിയ ബെസ്റ്റ് ടൈം. ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? എപ്പോഴാണ് ചാടാൻ പറ്റുക, ചാടാൻ പറ്റിയ എപ്പോഴാണ് രണ്ടിന്റെ വെലോസിറ്റി ഈക്വൽ ആണ്. അപ്പൊ നമ്മളെ ഡ്യൂട്ടി ഉണ്ട് അതിന്റെ വെലോസിറ്റി ഫൈൻഡ് ചെയ്യുക, ഇതിന്റെ വെലോസിറ്റി ഫൈൻഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിന്റെ വെലോസിറ്റി എന്താ വരിക, ഇതിന്റെ എഫ് ഡാഷ് ഓഫ് അല്ലെ, ഈ പെണ്ണിന്റെ എഫ് ഡാഷ്, ഞാൻ ഈ പെണ്ണിനെ ഡബ്ല്യു എന്ന് കൊടുക്കാണ്, ഫംഗ്ഷൻ ഡബ്ല്യു ആയിട്ട് എടുക്കാണ്. ഈ ഫംഗ്ഷൻ ട്രെയിൻ ആയതുകൊണ്ട് ഞാൻ ടി ആയിട്ട് എടുത്തു എന്നുള്ളൂ. അപ്പൊ എഫ് ഡാഷ് ഓഫ് ഡബ്ല്യു എന്താ വരിക, ഇതിന്റെ ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് 60 + 1. ഇത് ശരിക്കും ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങളിപ്പോ ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ റൂൾ വെച്ചിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും, നേരിട്ട് എഴുതിക്കോളൂ, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാലൊന്നും ഞാൻ പറയാട്ടോ, ക്വസ്റ്റ്യൻ ഇതൊന്നും പഠിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ തുടങ്ങുന്നത് കൊണ്ട് 3t² + t എന്ന് പറഞ്ഞാൽ എന്താ വരിക, 3t² + t എന്ന് പറയുമ്പോൾ ഇത് ഏത് ഫോമിലാണ്, ax² + bx + c ആണ്. അപ്പൊ അതിന്റെ എയും ബി ഒക്കെ എക്സിന്റെ സ്ഥാനത്ത് ടി എന്നുള്ളൂ. അപ്പൊ a = ഇവിടെ 3 ആണ്, b = ഇവിടെ 1 ആണ്, c = ഇവിടെ 0 ആണ്. അങ്ങനെയാണെങ്കിൽ f ഡാഷ് എക്സ് എന്താണ്, 2ax + b ആണ്. അപ്പൊ നമ്മളെ f ഡാഷ് ഓഫ് t എന്താ വരിക, 2 × a 2 × 3 × t + b. b എന്ന് പറയുന്നത് 1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 60 + 1. അതിനല്ലേ മക്കളെ കിട്ടിയിരിക്കുന്നത്. അത് ഇങ്ങനെ നോക്കിയാൽ മതി. t² ഡെറിവേറ്റീവ് 2t ആണ്. അപ്പൊ 3 × 2 × t ദാറ്റ് ഈസ് 60 + t ഡെറിവേറ്റീവ് 1. ഇനി അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യാം കേട്ടോ, ക്വാഡ്രാറ്റിക് വെച്ചിട്ട് ചെയ്യാം. ട്രെയിനിന്റെ വെലോസിറ്റി എന്താ വരിക, എഫ് ഡാഷ് ഓഫ് ടി എന്താ വരിക, t² ഡെറിവേറ്റീവ് 2t ആണ്, 70 ഡെറിവേറ്റീവ് 7 ആണ്. ദാറ്റ് ഈസ് v1 = ഇവിടെ എന്താന്ന് കിട്ടി, 60. ഇങ്ങനെ കൊടുക്കണ്ട കേട്ടോ, v1 v2 എന്ന് കൊടുത്താൽ മതി. 60 + 1 ആണ് കിട്ടി. v2 = 2t + 7 ആണ് കിട്ടി. അപ്പൊ ഇത് പെണ്ണിന്റെ വെലോസിറ്റി ആണ്, ഇത് മൂവിങ് ഫ്രൈറ്റ് ട്രെയിനിന്റെ വെലോസിറ്റി. അപ്പൊ അത് രണ്ടും ഈക്വൽ ആവുന്ന ടൈമിലാണ് പെണ്ണിന് ചാടാൻ പറ്റിയ ബെസ്റ്റ് ടൈം. ദാറ്റ് ഈസ് v1 = v2 ആവണം. ദാറ്റ് ഈസ് ദ ബെസ്റ്റ് ടൈം വെൻ v1 = v2. ഓക്കെ, അപ്പോൾ v1 = v2 ആണ്. v1 = v2 എന്ന് പറയുമ്പോൾ എന്ത് വരും, 60 + 1 = 2t + 7. ഓക്കെ, ദാറ്റ് ഈസ് എല്ലാം ഒരു സൈഡിലോട്ട് എടുത്തു കഴിഞ്ഞാൽ 60 + 1 - 2t + 7 = 0. 60 - 2t എന്ന് പറയുമ്പോൾ 40 വരും. 1 + 7 എന്ന് പറയുമ്പോൾ 8 = 0. നമുക്ക് ആ ടൈമാണ് കിട്ടേണ്ടത്, ജമ്പ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ടൈമാണ് കിട്ടേണ്ടത്. ദാറ്റ് ഈസ് 40 = സോറി, ഇവിടെ +7 = ന്റെ അപ്പുറത്തേക്ക് വരുമ്പോൾ -7 ആയിട്ടാട്ടോ പോവുക. അപ്പൊ 1 - 7 എന്ന് പറയുമ്പോൾ -6 ആണ് വരിക അല്ലെ. ഓക്കെ, ഈ 7 ഇങ്ങോട്ടേക്ക് വരുമ്പോൾ 1 + 7 ആണ്, അത് = ന്റെ അപ്പുറത്തേക്ക് വരുമ്പോൾ -7 ആയി മാറും. 2t ഇങ്ങോട്ടേക്ക് വരുമ്പോൾ -2t. ദാറ്റ് ഈസ് 40 - 6 = 0. ദാറ്റ് ഈസ് 40 = 6 കിട്ടും. t = 6/4. ദാറ്റ് ഈസ് t = 3/2. അപ്പൊ ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ടിയുടെ വാല്യൂ 3/2 ആവുന്ന സമയത്താണ് ഇത് ഈ സ്റ്റണ്ട് വുമണ്ണും അതുപോലെ തന്നെ സ്റ്റണ്ട് വുമണ്ണ് ഫ്രൈറ്റ് ട്രെയിനിലോട്ട് ജമ്പ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ടൈം. ഓക്കെ, താങ്ക് യു.